Hello everyone. Today we are going to start a new lesson, Body Fluids and Circulation. Body Fluids and Circulation എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സർക്കുലേഷനെ കുറിച്ചാണ്. So, why do we need a circulatory system? ഒരു circulatory systemത്തിന്റെ ആവശ്യകത എന്താണ്? Circulation is meant for transportation of water, minerals, waste materials, nutrients, enzymes, hormones, etc. നമ്മുടെ ശരീരത്തിലെ സെൽസിന് ഓക്സിജനും ന്യൂട്രിയൻസും മറ്റ് എസെൻഷ്യൽ സബ്സ്റ്റൻസസും ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് കണ്ടിന്യൂസ് ആയിട്ട് റിമൂവ് ചെയ്യണം. ഇതിനു വേണ്ടിയിട്ട്, അതായത് ഇത്തരത്തിലുള്ള ഒരു മൂവ്മെന്റിന് വേണ്ടിയിട്ട് ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മെക്കാനിസം വേണം. അതാണ് സർക്കുലേറ്ററി സിസ്റ്റം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ചാപ്റ്റർ 2 ആനിമൽ കിങ്ഡത്തില് ഫൈലം പോരിഫെറ കണ്ടു, അതായത് സ്പോഞ്ചസ്. ഈ സ്പോഞ്ചസിന്റെ സർക്കുലേറ്ററി സിസ്റ്റം ഏതാണ്? യെസ്, വാട്ടർ കനാൽ സിസ്റ്റം. അതായത് സ്പോഞ്ചസില് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസും റിമൂവൽ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസും എല്ലാം നടക്കുന്നത് വെള്ളം വഴിയാണ്, വാട്ടർ വഴിയാണ്. അവിടെ സർക്കുലേറ്റ് ചെയ്യുന്നത് വാട്ടർ ആണ്. വാട്ടർ തന്നെയാണ് ടീനോഫോസിലും നിഡേറിയൻസിലും സർക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ടീനോഫോസ്, നിഡേറിയൻസ്, സ്പോഞ്ചസ് ഇവരുടെയൊക്കെ പ്രത്യേകത എന്താ? ഇവരൊക്കെ ലോവർ ഓർഗാനിസംസ് ആണ്. ചുരുക്കത്തിൽ പറഞ്ഞാല് ലോവർ ഓർഗാനിസത്തില് സർക്കുലേറ്റ് ചെയ്യുന്നത് വാട്ടർ ആണ്. അവിടെ നിന്നൊക്കെ വന്നിട്ട് നമ്മള് ഫൈലം കോർഡേറ്റയിൽ എത്തി. ഫൈലം കോർഡേറ്റയുടെ സ്പെഷ്യാലിറ്റി എന്താ? ഓർഗാനിസംസ് ഡെവലപ്പായി. അവിടെ ഹയർ ഓർഗാനിസംസ് ആണ്. ഹയർ ഓർഗാനിസത്തില് ഇത്തരത്തിലുള്ള ഒരു മൂവ്മെന്റിന് വേണ്ടി, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി, അല്ലെങ്കിൽ ഈ സർക്കുലേഷന് വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ബോഡി ഫ്ലൂയിഡ് ഉണ്ട്. In majority of the higher organisms, including human, we have two types of body fluids, blood and lymph. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ഏതാണ്? ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം ഈസ് ക്ലോസ്ഡ് ബ്ലഡ് വാസ്കുലർ സിസ്റ്റം. ഈ ക്ലോസ്ഡ് എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 ടൈപ്സ് സർക്കുലേഷൻ ഉണ്ട്, ഓപ്പൺ സർക്കുലേഷനും ക്ലോസ്ഡ് സർക്കുലേഷനും. ഓപ്പൺ സർക്കുലേഷൻ എന്ന് വെച്ചാല് ഈ ഓർഗൻസ് ഒക്കെ ബോഡി ഫ്ലൂയിഡ് ബാത്ത് ചെയ്ത് കിടക്കും. ക്ലോസ്ഡ് സർക്കുലേഷനിൽ ഈ ബോഡി ഫ്ലൂയിഡിന് ഫ്ലോ ചെയ്യാനായിട്ട് സ്പെസിഫിക് ചാനൽസ് ഉണ്ട്. ഇപ്പൊ ഹ്യൂമൻസിന്റെ കേസിലാണെങ്കിൽ ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന ബ്ലഡ് വെസൽസിൽ കൂടി ചാനൽസ് ഉണ്ട്. ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം ഈസ് ക്ലോസ്ഡ് ബ്ലഡ് വാസ്കുലർ സിസ്റ്റം. ഞാൻ പറഞ്ഞു നമുക്ക് 2 ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ടെന്ന്. ഒന്ന് ബ്ലഡും രണ്ടാമത്തേത് ലിംഫും. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബ്ലഡിനെ കുറിച്ചാണ്. സോ ലെറ്റ്സ് സീ വാട്ട് ഈസ് ബ്ലഡ്. നമുക്കറിയാം ബ്ലഡിന് റെഡ് കളർ ആണെന്ന്. സോ വാട്ട് ഈസ് ബ്ലഡ്? ബ്ലഡ് ഈസ് എ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂടെ സ്പെഷ്യാലിറ്റി എന്താ? അതിൽ ഫൈബേഴ്സ് ഉണ്ട്, പക്ഷേ ബ്ലഡിൽ ഫൈബേഴ്സ് ഇല്ല. സോ ബ്ലഡ് ഈസ് എ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ഇൻ വിച്ച് ഫൈബേഴ്സ് ആർ ആബ്സെന്റ്. ഒരു ഹെൽത്തി ഹ്യൂമൻ ബീയിങ്ങിന്റെ ശരീരത്തിൽ 5 to 5.5 liters ഓഫ് ബ്ലഡ് ഉണ്ടായിരിക്കും. Now let's see the division of blood. Blood is divided into 2, plasma and formed elements. Formed elements means blood cells. First of all, let's see plasma. Plasma is straw colored. That is, പ്ലാസ്മയ്ക്ക് ഒരു വൈക്കോലിന്റെ മഞ്ഞ നിറമാണുള്ളത്. വൈക്കോലിന്റേത് പോലുള്ള മഞ്ഞ നിറം. ബ്ലഡിൽ 55% പ്ലാസ്മയാണ്. Plasma is the fluid part of blood. Majority of plasma is water. That is 90 to 92%. Plasma contains water 90 to 92%, proteins 6 to 8%, minerals sodium, calcium, magnesium, bicarbonate, chlorine, etc., and organic substances such as glucose, amino acids, lipids, etc. Blood plasma il കാണുന്ന proteins ആണ് plasma proteins. Blood contains 3 types of plasma proteins. They are albumin, globulin, and fibrinogen. Now let's see the functions. Albumin, it maintains osmotic balance. Globulin is involved in defense mechanism. That means it provides immunity. Fibrinogen is needed for clotting or coagulation of blood. ബ്ലഡിനെ ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ. ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഇല്ലാത്ത പ്ലാസ്മയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെറം. സോ വാട്ട് ഈസ് സെറം? Plasma without the clotting factors is called serum. Now let's move on to the second one, that is formed elements. Formed elements or blood cells. Formed elements includes erythrocytes, leukocytes, and platelets.
ബ്ലഡിൽ 45% ഫോംഡ് എലമെന്റ്സ് ആണ്. ബ്ലഡിൽ 55% പ്ലാസ്മയാണ്, 45% ഫോംഡ് എലമെന്റ്സ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് സീ റെഡ് ബ്ലഡ് സെൽസ് ഓർ എറിത്രോസൈറ്റ്സ്. ബ്ലഡ് സെൽസിൽ ഏറ്റവും കൂടുതലുള്ളതാണ് റെഡ് ബ്ലഡ് സെൽസ്. ഒരു ഹെൽത്തി ഹ്യൂമൻ ബീന്റെ ശരീരത്തിൽ 5 to 5.5 millions of RBCs per cubic millimeter of ബ്ലഡിൽ ഉണ്ടാകും. അതായത് 1 millimeter ലെങ്തും 1 millimeter ബ്രെഡ്ത്തും 1 millimeter ഹൈറ്റുമുള്ള ഒരു ക്യൂബിന്റെ ബ്ലഡ് എടുത്താൽ, അതായത് ഒരു ഡ്രോപ്പിനെക്കാട്ടും കുറവായിരിക്കും അത്, അതിൽ തന്നെ 5 to 5.5 millions of RBCs ഉണ്ടാകും. ഈ RBCs ഫോം ചെയ്യുന്നത് ബോൺ മാരോയിൽ നിന്നാണ്, അസ്ഥി മജ്ജയിൽ നിന്ന്. RBCയുടെ ഷേപ്പ് ബൈകോൺകേവ് ആണ്. നമ്മളൊക്കെ തിന്നിട്ടുള്ള പോപ്പിൻസ് മിഠായിയുടെ ഷേപ്പാണ്, പോപ്പിൻസ് മിഠായിയുടെ പോലുള്ള ഒരു ഷേപ്പാണ് RBCക്ക് ഉള്ളത്. RBCയുടെ സ്പെഷ്യാലിറ്റിയാണ് അതിന് ന്യൂക്ലിയസ് ഇല്ല. എന്ത് RBCയിൽ ന്യൂക്ലിയസ് ഇല്ലാത്തതിന് കാരണം മാക്സിമം നമ്പർ ഓഫ് ഹീമോഗ്ലോബിനെ ക്യാരി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. RBCയുടെ ലൈഫ് സ്പാന് 120 ഡേയ്സ് ആണ്. RBC 120 ഡേയ്സ് വരെയാണ് ജീവിക്കുന്നത്. RBC സ്പ്ലീൻ എന്ന ഓർഗനെ വെച്ച് ഡിസ്ട്രോയ് ചെയ്യപ്പെടും. അതുകൊണ്ട് ഈ സ്പ്ലീൻ എന്ന ഓർഗനെ നമ്മൾ ഗ്രേവ് യാർഡ് ഓഫ് RBC എന്ന് വിളിക്കും. ഈ സ്പ്ലീൻ എന്ന ഓർഗനെ നമ്മുടെ ബ്ലഡ് ബാങ്ക് ഓഫ് ബോഡി എന്ന് പറയും. നമുക്കറിയാം ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്ന പിഗ്മെന്റ് RBCയിൽ പ്രസന്റ് ആണ്. ഏതാണ് പിഗ്മെന്റ്? യെസ്, ഹീമോഗ്ലോബിൻ. Now let's see the function of RBC. RBC helps in the transport of respiratory gases such as oxygen and carbon dioxide. Okay, let's move on to leukocytes or white blood cells. ഇവയ്ക്ക് പ്രത്യേകിച്ച് കളർ ഒന്നുമില്ല, പക്ഷെ ഇതിൽ ന്യൂക്ലിയസ് ഉണ്ട്. RBCയുടെ പോലെ കുറേ ഇല്ല. ഇവ ലെസർ ഇൻ നമ്പർ ആണ്. പോരാത്തതിന് ഇവർ ഷോർട്ട് ലിവ്ഡ് ആണ്. ഇവർക്ക് 5 to 21 ഡേയ്സ് ആണ് ഇവരുടെ ലൈഫ് സ്പാൻ. Based on the absence and presence of granules in the cytoplasm, WBC are divided into two groups, granulocytes and agranulocytes. Granulocytes എന്ന് വെച്ചാൽ സൈറ്റോപ്ലാസത്തിൽ ഗ്രാനുൾസ് പ്രസന്റ് ആയിട്ടുള്ള WBC നമ്മൾ ഗ്രാനുലോസൈറ്റ്സ് എന്ന് വിളിക്കും. സൈറ്റോപ്ലാസത്തിൽ ഗ്രാനുൾസ് ആബ്സെന്റ് ആയിട്ടുള്ള WBC നമ്മൾ അഗ്രാനുലോസൈറ്റ്സ് എന്ന് വിളിക്കും. There are 3 types of granulocytes: neutrophils, eosinophils and basophils. ഈ ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ, ബേസോഫിൽ എന്ന പേര് കൊടുക്കുന്നത് സൈറ്റോപ്ലാസത്തിൽ ഗ്രാനുൾസിന്റെ കെമിക്കൽ നേച്ചറിനനുസരിച്ചാണ്. And we have 2 types of granulocytes, lymphocytes and monocytes. First of all, let's see granulocytes. Granulocytes, then the first one is neutrophil. Neutrophil ആണ് most abundant WBC. Which is the most abundant WBC എന്ന് ചോദിച്ചാൽ അത് ന്യൂട്രോഫിൽ ആണ്. അതായത് 60 to 65% of the total WBC is neutrophil. ന്യൂട്രോഫിൽ മൾട്ടി-ലോബ്ഡ് ന്യൂക്ലിയസ് ഉണ്ട്. 2 to 7 ലോബ്സ് ആണ് ആ ന്യൂക്ലിയസിനുള്ളത്. ന്യൂട്രോഫിലിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫാഗോസൈറ്റോസിസ് ആണ്. നമുക്കറിയാം എന്താണ് ഫാഗോസൈറ്റോസിസ് എന്ന്. അതായത് നമ്മുടെ ശരീരത്തിലോട്ട് വരുന്ന ഫോറിൻ ബോഡീസിനെ എൻഗൾഫ് ചെയ്തിട്ട് ന്യൂട്രലൈസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. So we can say neutrophil is a phagocytic cell. Second one is basophil. Basophil total WBC എടുക്കുകയാണെങ്കിൽ ബേസോഫിലിന്റെ അളവ് വളരെ കുറവാണ്. അതായത് 0.5 to 1% ഒക്കെയാണ് ടോട്ടൽ WBCയിൽ ബേസോഫിൽ ഉള്ളത്. ബേസോഫിൽ മൾട്ടി-ലോബ്ഡ് ന്യൂക്ലിയസ് ആണ്. ബേസോഫിലിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഒരു എസ് ഷേപ്ഡ് ആണ്. ബേസോഫിലിന്റെ ലോബ്സ് ഒന്നും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. അതായത് ബേസോഫിലിന്റെ ലോബ്സ് ലെസ് ഡിസ്റ്റിങ്ക്ട്ലി സെപ്പറേറ്റഡ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ലോബ്സ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് പോയിന്റ് നോട്ട് ചെയ്യേണ്ടതാണ്. Basophil produces 3 secretions. They are histamine, serotonin and heparin. What is the function of basophil? Basophil is involved in inflammatory reactions. Third one is, okay, let's see inflammatory reactions. Third one is eosinophil. So eosinophil total WBC എടുക്കുകയാണെങ്കിൽ അതിൽ 2 to 3% ആണ് eosinophil ഉള്ളത്. ന്യൂട്രോഫിലും ബേസോഫിലും മൾട്ടി-ലോബ്ഡ് ന്യൂക്ലിയസ് ആയിരുന്നു. പക്ഷെ ഇവിടെ വരുമ്പോൾ ഈസ്റ്റോഫിൽ വരുമ്പോൾ അത് ബൈലോബ്ഡ് ന്യൂക്ലിയസ് ആണ്. അതായത് 2 ലോബ്സ് ആണുള്ളത്. ഈസ്റ്റോഫിലിന്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ മനസ്സിലാകും.
So what is the function of eosinophil? Resist infections and it is associated with allergic reactions. Infections തടയും അതുപോലെ തന്നെ ഇത് allergic reactions നെ help ചെയ്യും. We have finished the granulocytes. Now let's see the agranulocytes. First one is lymphocyte. Lymphocyte സംബന്ധിച്ച് ലിംഫോസൈറ്റിന്റെ സെല്ലിനെ സംബന്ധിച്ച് അതിന്റെ ന്യൂക്ലിയസ് വളരെ വലുതാണ്. ടോട്ടൽ WBC എടുക്കുവാണെങ്കിൽ അതിൽ 20 to 25% lymphocytes ആണ്. There are two types of lymphocytes, B lymphocyte and T lymphocyte. So what is the function of lymphocyte? നമുക്കറിയാം ഈ ലിംഫോസൈറ്റ് നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പങ്ക് വഹിക്കുന്ന ഒരു സെല്ലാണ് ലിംഫോസൈറ്റ്. Lymphocyte is responsible for immune response of the body. Immune lymphocyte function ആണ് immune response. And the second one is monocyte. Monocyte has a kidney shaped nucleus or bean shaped nucleus എന്ന് പറയാം. പയറുമണിയുടെ ഒക്കെ ആ ഷേപ്പ് ആണ് മോണോസൈറ്റിന്റെ ന്യൂക്ലിയസിനുള്ളത്. Monocyte is the largest WBC. So which is the largest WBC എന്ന് ചോദിച്ചാൽ ആൻസർ മോണോസൈറ്റ് ആണ്. ടോട്ടൽ WBC എടുക്കുവാണെങ്കിൽ അതിൽ 5 to 6% മോണോസൈറ്റ് ആണുള്ളത്. മോണോസൈറ്റിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നതും ഫാഗോസൈറ്റോസിസ് ആണ്. ഈ ഫാഗോസൈറ്റോസിസ് നമ്മൾ വേറെ എവിടെയോ കേട്ടിട്ടുണ്ട്. യെസ്, ന്യൂട്രോഫിലിന്റെ അവിടെ. അത് നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് ഇങ്ങനെ ഓർത്തു വെക്കാം. ന്യൂട്രോഫിൽസിനും ന്യൂട്രോഫിൽസിന്റെയും മോണോസൈറ്റ്സിന്റെയും മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫാഗോസൈറ്റോസിസ് ആണ്. So we can say they are phagocytic cells. Now we have finished the agranulocytes. WBC കഴിഞ്ഞു. Next blood cell ഏതാണ്? Platelets. Plateletsന് പ്രത്യേകിച്ച് കളർ ഒന്നുമില്ല, ന്യൂക്ലിയസും ഇല്ല. അവരുടെ ഷേപ്പ് എന്ന് പറയുന്നത് ബൈകോൺവെക്സ് ആണ്. അത് നെയ്യപ്പത്തിന്റെ ഒക്കെ ഒരു ഷേപ്പ്. ഈ പ്ലേറ്റ്ലെറ്റ്സും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ബോൺ മാരോയിൽ നിന്നാണ്. ബോൺ മാരോയിൽ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്. ആ സെൽസിന്റെ പേരാണ് മെഗാകാരിയോസൈറ്റ്സ്. ശരിക്കും ഈ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് മെഗാകാരിയോസൈറ്റ്സിന്റെ കഷ്ണങ്ങളാണ്. So what is platelets? Platelets are the fragments of megakaryocytes എന്ന് പറയാം. ഇനി ബ്ലഡിൽ നോക്കുവാണെങ്കിൽ ബ്ലഡിൽ ഈ പ്ലേറ്റ്ലെറ്റ്സിന്റെ നമ്പർ 1.5 lakh to 3.5 lakh വരെ പ്ലേറ്റ്ലെറ്റ്സ് പെർ മില്ലിമീറ്റർ ക്യൂബ് ഓഫ് ബ്ലഡിൽ ഉണ്ടാകും. ഓക്കെ, പ്ലേറ്റ്ലെറ്റ്സിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ക്ലോട്ടിംഗ് ഓർ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് ആണ്. അതായത് നമ്മുടെ ശരീരത്തിന് മുറിവ് പറ്റിയാൽ അവിടുത്തെ എക്സസ് ബ്ലഡ് ലോസ് തടയാനായിട്ട് പെട്ടെന്ന് തന്നെ അവിടെ ബ്ലഡ് ക്ലോട്ട് ആവാനായിട്ട് സഹായിക്കുന്നതാണ് പ്ലേറ്റ്ലെറ്റ്സ്. നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ക്ലോട്ട് ആയിട്ടില്ലെങ്കിലോ മുറിവ് പറ്റുമ്പോൾ എന്ത് സംഭവിക്കും? എക്സസ് ബ്ലഡ് ലോസ് വരും. അതാണ് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഡെങ്കിപ്പനിക്ക് വരുമ്പോൾ കൗണ്ട് കുറഞ്ഞു എന്ന് പറയുന്നത്. അത് ആക്ച്വലി നമ്പർ ഓഫ് പ്ലേറ്റ്ലെറ്റ്സ് കുറയുന്നതാണ്. അങ്ങനെ പ്ലേറ്റ്ലെറ്റ്സ് നമ്പർ കുറഞ്ഞാൽ ഇന്റേണൽ ബ്ലീഡിംഗ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമ്മൾ പഠിച്ചത് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മൾ ഇന്ന് ബ്ലഡിനെ കുറിച്ചാണ് പഠിച്ചത്. So what is blood? It is a fluid connective tissue. It consists of plasma and formed elements. പ്ലാസ്മയില് പ്ലാസ്മ പ്രോട്ടീൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കണം. ഫോംഡ് elements includes RBC, WBC and platelets. WBC is again divided into two, granulocytes and agranulocytes. Granulocytes is divided into three, neutrophils, basophils and eosinophils. And agranulocytes is divided into two, lymphocyte and monocyte. And the third blood cell is platelets. Platelets and main function എന്താണ്? Yes, clotting or coagulation of blood. ഇനി കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് എല്ലാവരും വായിച്ചു നോക്കണം. 6 questions ഉണ്ട്, അതെല്ലാവരും വായിച്ചു നോക്കണം. I hope you all understood. Stay home, stay safe. Thank you all.